there's no guarantee that you will wake up. Just ഒരു hope മാത്രമുണ്ട് രാവിലെ 6 മണി കാണുവാൻ സാധിക്കും. There's a hope that you have that you will be able to get up tomorrow morning. Praise God. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. And that's how thin human life is. പക്ഷേ ഇന്ന് രാത്രി വേളയിൽ ആമേൻ ഞാൻ ഒരു പ്രത്യേക കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്. But tonight what I want to say especially is 139 സങ്കീർത്തനം അതിന്റെ 15ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 14 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. In Psalms 139 ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. And since I am made wonderfully and fearfully, I praise you. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. And my substance was not hid from thee when I was made in secret and curiously brought in the lowest part of the earth. 16ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. And verse 16 says that even though I was not thine eyes did see my substance, yet being unperfect. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി. And in thy books all my members were written, which in the continuing were fashioned, yet as there were none of them. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ചെറിയ കുഞ്ഞു തൊട്ട് ഏറ്റവും പ്രായമുള്ള വ്യക്തിയെ വരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. And praising the Lord for every person here, from the smallest to the eldest. ഞാൻ അങ്ങനെ സ്തോത്രം ചെയ്യുന്നതിന്റെ കാരണം, and the reason I praise, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ നമ്മെ സ്വർഗ്ഗം കണ്ടതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ നാം ആയിരിക്കുന്നത്. And at a time when we were not even completely formed, the heavens looked at us and selected us. That's why we are sitting here. എന്റെ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷങ്ങളിൽ ഒന്നാണ്, ഞാൻ ഉരുവാകുന്നതിനു മുന്നമേ എന്നെ അറിഞ്ഞ ഒരു ദൈവം. And the reason that I am happy is because even before I was born there was a God who knew me. ഞാൻ ഏത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നുവോ ആ അമ്മ എന്നെ അറിയുന്നതിന് കാണുന്നതിന് മുന്നമേ എന്നെ കണ്ട ഒരു ദൈവം. And before I even came out of my mother's womb, a God who saw me and looked at me. ഏത് പിതാവിനാൽ ഞാൻ ജന്മം കൊണ്ടുവോ ആ പിതാവ് എന്നെ കാണുന്നതിനേക്കാൾ മുൻപ് എന്നെ കണ്ട ഒരു പിതാവ്. And there's a father who knew me before my original or my biological father knew me. എന്റെ പിതാവോ എന്റെ മാതാവോ ആമേൻ എന്നെ കുറിച്ച് ഒരു ആഗ്രഹം വെക്കുന്നതിന് മുന്നമേ എന്നെ കുറിച്ച് പദ്ധതി തയ്യാറാക്കിയ ഒരു പിതാവ്. And even there's a father who had purposes before me, even before my parents had even planned about me. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു. And in the prophecy of Jeremiah we can see like this. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുന്നമേ ഞാൻ നിന്നെ അറിഞ്ഞു. Before I formed thee in the belly I knew thee. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുന്നമേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. And before thou come out of the womb I sanctified thee. ജാതികൾക്ക് പ്രവാചകനായി നിയോഗിച്ചുമിരിക്കുന്നു. And I have ordained thee to be a prophet to many Gentiles. യിരെമ്യാ പ്രവാചകനെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് അവനോട് സംസാരിക്കുകയാണ്. And the Spirit of God is talking to the prophet Jeremiah. നീ ഉദരത്തിൽ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകപ്പെടുന്നതിനു മുന്നമേ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. Before you were formed in your mother's womb I knew you. Praise the Lord. Hallelujah. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ സ്വർഗ്ഗം നമ്മെ കണ്ടിരുന്നെന്ന്. And how many of us are happy here because we know that the heavens looked at us and knew us before we were born in the womb. അവിടെ കൊണ്ട് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് വചനം അവസാനിപ്പിച്ചില്ല. And the word of God does not close us there. അവനോട് പറയുകയാണ് ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. And it says that I have ordained you. ഇന്ന് രാത്രിയിൽ പറയട്ടെ ഒരു അപ്പോയിന്റ്മെന്റ് ആമേൻ അവന്റെ മേൽ കൊടുത്തത് ആമേൻ ആമേൻ അവൻ ജനിക്കുന്നതിന് മുന്നമേയാണ്. And let me tell you like this, like there was an appointment on him before even he was born. Praise God. Hallelujah. ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ദൈവത്തിന് നമ്മുടെ ജനനത്തോടുള്ള ബന്ധത്തിൽ പല പദ്ധതികളുമുണ്ട്. And I say like this that God has planned many purposes and plans about our birth. Praise God. ഒന്നാമതായിട്ട് ആമേൻ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് പ്ലാൻ എന്ന് പറയുന്നത് നാം അവനെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കുക എന്നുള്ളതാണ്. And one of the plans that God has for us to be born is that we have to glorify
glorify Him. അവനെ അറിയുക, അവനെ സ്നേഹിക്കുക. And we have to know Him, we have to love Him. ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്നേഹിപ്പാനുമായി നാം ഉരുവാക്കപ്പെട്ടവരാണ്. And we are formed to love and know God. ഇന്ന് രാത്രി ഈ വചനം എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ ഇങ്ങനെ ചോദിപ്പാൻ ആഗ്രഹിക്കുന്നു. And tonight when you're listening to me, let me ask you a question like this. ഈ ദൈവത്തെ എത്രത്തോളം അറിയാം? And how much do you know this God? Praise the Lord. Hallelujah. എന്നോടും നിങ്ങളോടും നാം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഈ ദൈവത്തെ എനിക്ക് എത്രത്തോളം അറിയാം? And this is a question we must ask ourselves. How much do we know this God? Praise the Lord. Hallelujah. 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 നാം ഓരോ വ്യക്തികളെ അടുത്തറിയുന്തോറും അവരോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിപ്പാനിടയാകുന്നു. And when we know people closely, we will start to love them more. ഒരു നല്ല റിലേഷൻഷിപ്പിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വ്യക്തികളെ തിരിച്ചറിയുന്നതാണ്. The main reason for a good relationship is that they can recognize people. Praise God. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഓർമ്മിപ്പിക്കാം, ഈ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ കഴിഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുവാൻ തുടങ്ങും. And let me remind you tonight that if you know this God as you're supposed to know Him, you will start loving Him more. Praise God. രണ്ടാമതായിട്ട് ഞാനും നിങ്ങളും ഉരുവാക്കപ്പെട്ടതിന്റെ ദൈവപദ്ധതി എന്ന് പറയുന്നത് ദൈവ കുടുംബത്തിലെ അംഗമായി തീരുവാനാണ്. And secondly, the plan that God has formed before we were even born in the womb is that to become a part of His family. പാപത്തിന്റെ ഫലമായി തേജസ് നഷ്ടപ്പെട്ടു പോയതായ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി നമുക്കറിയാം. And we know the plan that God has to bring us back to the lost estate and the glory. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ പദ്ധതിയിൽ അവനെ കൈക്കൊണ്ടഥവാ പുത്രനെ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. And the word of God says in that plan, in that purpose, that whoever believeth in Him, and so whoever believeth in His Son, God has given the authority to become His children. വളരെ ഈസിയായി നമുക്ക് വിളിച്ചു പറയുവാൻ കഴിയും, ഞാൻ അവനിൽ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, എനിക്ക് യേശുവിൽ വിശ്വാസമുണ്ടെന്ന്. And we can very easily declare that we know the Lord, we love the Lord. എന്നാൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഈ പുത്രത്വം അതിന്റേതായ നിലകളിൽ ജീവിതത്തിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ കൊരിന്ത്യ ലേഖനം ഇങ്ങനെ വിളിച്ചു പറയുന്നു. And I have told you like this, that if you want to know this sonship or this inheritance as it is, then you have to see what Corinthians says. അശുദ്ധമായതൊന്നും നിങ്ങൾ തുടരുത്, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ഞാൻ നിങ്ങൾക്ക് പിതാവുമായിരിക്കും. And do not touch anything that is unholy, but depart from amongst them and separate yourself, that if you do such a thing, then I will be your father and you will be sons to me. എന്താണെന്നറിയാമോ ഇതിന്റെ അർത്ഥം? And you know what it means? യേശുവിനെ അറിയുന്നു എന്ന് പറയുന്നത് കൊണ്ട് നീ അവന്റെ മകനോ മകളോ ആകുന്നില്ല. And you do not become his son or daughter if you know the Lord. പള്ളിയിൽ പോകുന്നു എന്ന് പറയുന്നത് കൊണ്ട് അവന്റെ മകനോ മകളോ ആകുന്നില്ല. You do not become his daughter or son if you go to church. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. And the scripture says that the Lord said that I am holy and you be holy. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഒരു വിശുദ്ധിക്ക് വേണ്ടി, ഒരു വേർപാടിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ സ്വർഗ്ഗത്തിന് നിന്നെ ഒരു പുത്രനോ പുത്രിയോ ആയി കൈക്കൊള്ളുവാൻ കഴിയത്തുള്ളൂ. And as the pastor reminded us, if you are ready to sanctify yourself, and if you are only ready to lead a righteous and victorious life and holy life, then only God can accept you as his son or daughter. എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ നമ്മെ ദത്തെടുക്കുകയാണ്. And Ephesians it says that he has adopted us. ഈ പുത്രത്വത്തിൽ വരുവാൻ യോഗ്യതയുണ്ടായിരുന്നത് കൊണ്ടല്ല. And not because we were qualified to come into his sonship. അവൻ യോഗ്യതയില്ലാതിരുന്നപ്പോൾ അവൻ നമ്മെ തിരഞ്ഞെടുത്തതുകൊണ്ട്. But because he chose us when we were not qualified. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് അതുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. And the scriptures tonight say is that if you remove every unholy and blemish that is in your body and your soul, and then you can be accepted. രോഗശാന്തി പ്രാപിക്കുന്നത് നല്ലതാണ്. And you being healed is good. പ്രാർത്ഥിക്കുമ്പോൾ ജോലി കിട്ടുന്നത് നല്ലതാണ്. And you get a job and you pray, that is great. പ്രാർത്ഥിക്കുമ്പോൾ നല്ല വിവാഹം തലമുറകൾക്ക് നടക്കുന്നത് നല്ലതാണ്. And you pray and you get a good marriage proposals for your children, that is great. അധ്വാനിപ്പാൻ ആരോഗ്യം പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നത് നല്ലതാണ്. And it is great to be it is great to pray and have health for work. അതുകൊണ്ട് നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടാകുന്നതും നല്ലതാണ്. And by indirectly having good bank balance is also good. പക്ഷേ ഇന്ന് രാത്രിയിൽ ദൈവാത്മ പ്രേരിതനായി ഞാൻ ഒരു ദൂത ദൈവസഭയോട് വിളിച്ചു പറയാം. But let me tell you, being led by the Holy Spirit to the church of Praise the Lord. ഈ പ്രാപിച്ച രോഗശാന്തിക്കോ നീ പ്രാപിച്ച ആരോഗ്യത്തിനോ നിന്റെ ബാങ്ക് ബാലൻസിനോ നിത്യതയുടെ തീരത്ത് നിന്നെ കൊണ്ടുവന്ന് എത്തിപ്പാൻ കഴിയത്തില്ല. അത് സാധിക്കുന്നെങ്കിൽ ജഡത്തിലെയും ആത്മാവിലെയും കന്മ
കൽമഷത്തെ നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുന്നവൻ മാത്രമാണ്. And so let me tell you, this healing that you possess, or that the good job that you have, or the bad balance that you possess will not lead you to the eternity. But let me tell you, if you remove every blemish that is in your body and in your soul, then only can you be accepted into eternity. Praise God. പാസ്റ്ററുടെ മുമ്പിൽ മറയ്ക്കുവാൻ കഴിയും, മാതാവിന്റെയും പിതാവിന്റെയും മുമ്പിൽ മറയ്ക്കുവാൻ കഴിയും, സഹോദരന്റെ സഹോദരിയുടെ മുമ്പിൽ മറയ്ക്കുവാൻ കഴിയും, ഭാര്യയുടെ ഭർത്താവിന്റെ മുമ്പിൽ മറയ്ക്കുവാൻ കഴിയും. എന്നാൽ നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നിന്നെ കണ്ട ഒരു സ്വർഗ്ഗമുണ്ട്, അവന്റെ മുമ്പിൽ നിനക്ക് മറയ്ക്കുവാൻ കഴിയുകയില്ല. Maybe you can hide from the pastor, you can hide from your children, you can hide from your parents, you can hide from your brothers or your sister, but let me tell you, the one who knew you before you were even born in the womb, that you cannot hide from him. ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. And the word of God says that in front of him everything is broken and naked. ഇന്ന് രാത്രിയിൽ അതുകൊണ്ട് ഒരു ദൂതൻ എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, അവൻ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുവാൻ നമുക്ക് ഒരുങ്ങാം. And so let me tell you, the message that I have to tell you is that you be perfect in the holiness. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗമായി എനിക്കും നിങ്ങൾക്കും തീരുവാൻ കഴിയത്തുള്ളൂ. And then only you and I can become a member of the family of God. അടുത്തതായിട്ട് ദൈവം നമ്മെ കണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം ക്രിസ്തുവിനെ പോലെയാകുക. And the next reason that God formed us is to be like Christ. അടുത്തതായിട്ട് ദൈവം നമ്മെ കണ്ടതിന്റെ ഉദ്ദേശം അവനെ സേവിക്കുന്നവനായി And the തീരുക. next reason God formed us is to serve him. ഒടുവിലായി ഞാൻ പറയട്ടെ, ദൈവം നമ്മെ കണ്ടതിന്റെ ഉദ്ദേശം ആമേൻ എന്നെയും നിങ്ങളെയും ഒരു മിഷൻ വരമേൽപ്പിച്ചുകൊണ്ടാണ്. And lastly, let me tell you, God formed us by giving us a mission. യിരെമ്യാവിനോട് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു. And when God spoke to Jeremiah the prophet, he said, I'm ordaining you as a prophet to nations. എന്ന് പറഞ്ഞാൽ യിരെമ്യാവേ, ആമേൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുന്നമേ ഞാൻ നിന്നെ കണ്ടതിന്റെ പുറകിൽ അവൻ എനിക്ക് നിന്നെ ഒരു മിഷൻ ഏൽപ്പിക്കുവാനുള്ള ഒരു ദൗത്യം ഏൽപ്പിക്കുവാനുണ്ട്. Jeremiah, before I found you, before you were formed, I knew you in your mother's womb, and the reason behind is that I have to give you a mission. I have to make you a prophet to many nations. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര, ഞായറാഴ്ച ദിവസങ്ങളിൽ ആരാധനാലയത്തിൽ പോയി ജസ്റ്റ് ഒന്ന് ആരാധിച്ച് എഴുന്നേറ്റ് പോകുവാൻ മാത്രമല്ല സ്വർഗ്ഗം നമ്മെ കണ്ടിരിക്കുന്നത്, അതിനപ്പുറത്ത് ഒരു ദൗത്യമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. And dear brother, dear sister, God has not only chosen us to go to Sunday services and every 2 hours and worship him. There's something beyond that. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മുടെ ഹൃദയത്തോട് ഒരു ചോദ്യം ചോദിക്കുക, എന്നെ കുറിച്ചുള്ള എന്റെ പിതാവിന്റെ ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? And you ask yourself this question, what is my Father's purpose beyond in me? Praise God. ഇന്ന് വരെ അതറിയാമോ എന്ത് ദൗത്യമാണ് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന്? And today, do you know what purpose he has given to you? Praise God. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ആമേൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം എന്താണെന്ന് ജീവിതത്തിലെ ഒന്ന് വിലയിരുത്തി കണ്ടെത്തി സ്വർഗ്ഗത്തിലെ അപ്പനോട് പറയപ്പാ ഈ ദൗത്യം പൂർത്തീകരിപ്പാൻ ഞാൻ തയ്യാറായി നിൽക്കുന്നു. And if not, then examine your life tonight and find out the purpose, the mission that God has given you, and tell the Lord, Lord, I'm ready. Please help me to complete this mission. ഒരുപക്ഷേ ഈ രാജ്യത്തിൽ ജനിച്ച വ്യക്തിയായിരിക്കാം നീ, അതല്ലെങ്കിൽ വരപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം നീ. എന്തായിരുന്നാലും ശരി, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, ആമേൻ സ്വർഗ്ഗത്തിന്റെ പദ്ധതിയിലാണ് അത് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ദൈവം ഒരു മിഷൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. And maybe you're born in this country, or maybe you came here, but let me tell you, either way, if you're here, there's a purpose behind that. There's a mission that God has for you. Praise God. ഒരു ദിവസം സ്വർഗ്ഗം അതിന് നിന്നോട് കണക്ക് ചോദിക്കുമ്പോൾ നിന്റെ കരങ്ങൾ അവന്റെ മുമ്പിൽ ബലപ്പെട്ടിരിക്കുമോ? And will your hands be strengthened when he asks you for the accounts? Praise God. ആമേൻ. ജീവിതത്തിന്റെ പ്രശസ്തിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ചെയ്തു കൂട്ടുവാൻ കഴിയും. And we can do many great things for greatness of our own lives. Praise God. എന്നാൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്നതിന് മാത്രമേ പ്രസക്തി ഉണ്ടായിരിക്കത്തുള്ളൂ. But let me tell you, the only thing that will remain is what you did for the Lord. അതുകൊണ്ട് ഓർപ്പിക്കട്ടെ, ഒരു മിഷൻ എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് സർവശക്തനായ ദൈവത്തിനുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. And so let me remind you that do not forget that you have a mission for us. Praise God. അങ്ങനെ അത് മാത്രമല്ല, സ്വർഗ്ഗം വീണ്ടും യിരെമ്യാവിനോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, ആമേൻ അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കുകയില്ലതാനും നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. And then the Lord says to Jeremiah that there will be temptation, there will be problems that arises against you, but do not fear, you will overcome them. Praise God. എന്ന് പറഞ്ഞാൽ യിരെമ്യാവേ, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം, ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മിഷൻ അത് ഈസി ആയിരിക്കുന്ന ഒന്നല്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, ആമേൻ ആ
മിഷന്റെ പൂർത്തീകരണത്തിന് ഞാൻ നിന്റെ കൂടെ ഇരിക്കും. But that means that Jeremiah, the mission I have given you, that I have ordained you as a prophet, is not going to be an easy version, because people will fight against you, but I am right there with you to fight you and help you. പുതിയ നിയമവിശ്വാസിയെ ആമേൻ ഒരു ദൗത്യം വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്നുള്ള കാര്യം മറന്നു പോകരുത്. And the New Testament believers, do not forget that you and I are people who have a mission in our hands. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. And when Jesus was talking to his disciples, he said, do not be afraid, because I am with you till the end of this world. Praise God. യേശുവിനെ നിന്റെ അടുക്കൽ ഒരു കൂട്ടുകാരനെ പോലെ അനുഭവിപ്പാൻ, അടുത്ത ഒരു സുഹൃത്തിനെ പോലെ അനുഭവിപ്പാൻ കഴിയുമെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ്. And it is really great experience if we can have Jesus as your best friend, if you can feel him right beside you. അവൻ പറയുന്നു ഞാൻ നിന്റെ കൂടെ ഇരിക്കും. And he says, I'll be with you. Praise God. Hallelujah. Amen. Amen. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. And praise God for the verses. Praise God. നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. And we are chosen by the Lord. Praise God. നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നമ്മെ അറിഞ്ഞു. And before we were even born in the womb, God knew us. ബർത്ത്ഡേ എപ്പോഴും നമുക്ക് വളരെ സന്തോഷമാണ്. And birthdays are really great happiness in our life. പക്ഷേ ഓരോ ബർത്ത്ഡേയും നാം സന്തോഷപൂർവ്വം കഴിഞ്ഞു കഴിയുമ്പോൾ, ആഘോഷിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിൽ സ്തോത്രം ചെയ്തു കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കണം. And after every birthday you have praised the Lord. If you have enjoyed or you have had enjoyment, just look back. എത്ര വർഷം കടന്നുപോയി? How many years have went by? എന്ത് നേടി? What you gain? എന്ത് നേടി? What you gain? Praise the Lord. Hallelujah. ഇന്ന് രാത്രിയിൽ ഈ ചോദ്യം നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം. Let's ask this question towards ourselves. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രിയിൽ അടയട്ടെ. കർത്താവിന്റെ ദാസന്റെ കുഞ്ഞുങ്ങൾ കടന്നു വന്നിട്ട് അവർ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുവാൻ പോവുകയാണ്. അതിനു മുൻപായി നമ്മെ കേൾക്ക